നമസ്കാരം. CPM എന്നും എപ്പോഴും അങ്ങനെ തന്നെയാണ്. പറഞ്ഞു വരുന്നത് CPMന്റെ തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ ഉണ്ടായ ചില സംഭവ വികാസങ്ങളെക്കുറിച്ചാണ്. തിരുവനന്തപുരം മേയറായ ആര്യ രാജേന്ദ്രൻ എപ്പോഴും വിവാദങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്ന നായിക തന്നെയാണ്. CPMനകത്ത് നിന്ന് പോലും മേയർ ആര്യ രാജേന്ദ്രനെതിരെ വലിയ വലിയ മുറുമുറുപ്പുകൾ ഉണ്ടായിരുന്നു, വലിയ വലിയ പ്രതിഷേധ സ്വരങ്ങൾ ഉയർന്നിട്ടുണ്ടായിരുന്നു. ഏരിയ സമ്മേളനങ്ങളിലും മറ്റും ഇത് തന്നെയാണ്. എന്തിനാണ് ഇങ്ങനെയൊരു മേയർ ഈ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം മേയർ വലിയ ബാധ്യതയാകും. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിലുമെല്ലാം ഈ മേയർ വെച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിന് നേരിടുന്നതെങ്കിൽ CPMന് പച്ച പിടിക്കാൻ സാധിക്കില്ല തിരുവനന്തപുരത്ത് എന്നാണ് ഏരിയ സമ്മേളനങ്ങളിൽ മുഴങ്ങിക്കേട്ട ചില വാക്യങ്ങൾ. എന്തായാലും അതൊന്നും CPMന്റെ ജില്ലാ സമ്മേളനത്തിൽ കണ്ടില്ല എന്ന് തന്നെയല്ല, മേയർ ആര്യ രാജേന്ദ്രൻ പതിവിലും മികച്ച രീതിയിൽ കരുത്തോടു കൂടി തന്നെയാണ് CPMന്റെ തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ എത്തിയത്. ഇക്കുറി ജില്ലാ സമ്മേളനത്തിൽ ഉണ്ടായ റെഡ് വാളണ്ടിയർ മാർച്ച് നയിച്ചത് ആര്യ രാജേന്ദ്രൻ ആയിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുതയാണ്. റെഡ് വാളണ്ടിയേഴ്സ് മാർച്ചിന്റെ മുൻപന്തിയിൽ തന്നെ അതിനെ നയിക്കുവാൻ വേണ്ടി ആര്യ രാജേന്ദ്രൻ ചുവന്ന കുപ്പായവും തൊപ്പിയും ധരിച്ച് പാൻറ്റെല്ലാം ധരിച്ച് മാർച്ച് ചെയ്തു പോകുന്ന കാഴ്ച നമ്മൾ TV-യിലും മറ്റും കണ്ടത് തന്നെയാണ്. വളരെ മനോഹരമായ യാത്ര തന്നെയായിരുന്നു അത്. സാധാരണഗതിയിൽ CPMന്റെ ഏതെങ്കിലും തരത്തിലുള്ള ഭാരവാഹിത്വം വഹിക്കുന്നുണ്ടെങ്കിൽ, ഉത്തരവാദിത്തമുണ്ടെങ്കിൽ പിന്നീട് അവർ റെഡ് വാളണ്ടിയർ മാർച്ച് പോലുള്ള കാര്യങ്ങളിലൊന്നും പങ്കെടുക്കുന്നത് സ്വാഭാവികമല്ല. എന്നാൽ ഇവിടെ ആര്യ രാജേന്ദ്രൻ മേയർ ആയിരിക്കുമ്പോൾ തന്നെ അവരുടെ വിനയം കാണിക്കുവാൻ വേണ്ടിയാണോ എന്നറിയില്ല, അതോ ജനങ്ങളിലേക്ക് കൂടുതൽ ആര്യ രാജേന്ദ്രൻ ഇറങ്ങിച്ചെല്ലുന്നു, അല്ലെങ്കിൽ ആര്യ രാജേന്ദ്രൻ എന്ത് ഉത്തരവാദിത്വവും പാർട്ടി പറയുന്നത് ഏറ്റെടുക്കും എന്ന് തെളിയിക്കാൻ വേണ്ടിയാണോ എന്നറിയില്ല, റെഡ് വാളണ്ടിയർ മാർച്ചിൻ്റെ ഫ്രണ്ടിൽ തന്നെ ആര്യ രാജേന്ദ്രൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത. എന്തായാലും CPMന്റെ തിരുവനന്തപുരം ജില്ലാ സമ്മേളനം നടത്തിയത് വിഴിഞ്ഞത്ത് വച്ചായിരുന്നു. വിഴിഞ്ഞം മത്സ്യ തൊഴിലാളികളുടെ മേഖല തന്നെയാണ്. അവിടെ പാർട്ടിയുടെ ഗരിമ സൃഷ്ടിച്ചെടുക്കുവാൻ വേണ്ടി ഇപ്പോഴും പാർട്ടിക്കൊപ്പം ജനങ്ങളുണ്ട് എന്ന് അറിയിക്കുവാൻ വേണ്ടി വൻപിച്ച പുരുഷാർത്ഥത്തെ തന്നെ സംഘടിപ്പിക്കുവാൻ CPMന് സാധിച്ചിരുന്നു എന്നുള്ളതാണ്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, MLA ആയ P. ജോയിയെ തന്നെയാണ് വീണ്ടും തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയായി CPM ജില്ലാ സെക്രട്ടേറിയറ്റ് തെരഞ്ഞെടുത്തത് എന്നുള്ളതും വലിയ ഒച്ചപ്പാടുകൾക്കും അല്ലെങ്കിൽ വിവാദങ്ങൾക്കും കാരണമായി. ഒരാൾക്ക് ഇരട്ട പദവി എന്നുള്ളത് CPMൽ പണ്ടേ ചർച്ചാ വിഷയമായതാണ്. എന്നാൽ അതിനെല്ലാം തൃണവൽഗണിച്ചുകൊണ്ട് തന്നെയാണ് P. ജോയിയെ തന്നെ ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തത്. നിലവിൽ P. ജോയി MLA ആണ്. മാത്രമല്ല ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ചതും P. ജോയി തന്നെയാണ് എന്നോർക്കുമ്പോൾ CPMനോട് അടുത്ത് നിൽക്കുന്ന ആളുകളെ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കും. അവിടെ ഇരട്ട പദവി എന്നുള്ള വിവാദം CPMന് ബാധകമല്ല എന്നുള്ളതാണ് ഇതിലൂടെ തിരിച്ചറിയേണ്ടത്. മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രനെല്ലാം, അല്ലെങ്കിൽ കടകംപള്ളി സുരേന്ദ്രനെ പോലെ മുതിർന്ന നേതാക്കൾ ഇങ്ങനെ നിൽക്കുന്ന അവസരത്തിൽ തന്നെയാണ് P. ജോയിക്ക് ഇരട്ട പദവി കൊടുക്കുന്നത് എന്നുള്ളതും എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ്. പറഞ്ഞു വരുന്നത്, ആര്യ രാജേന്ദ്രൻ റെഡ് വാളണ്ടിയർ മാർച്ച് നടത്തി തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുത്തപ്പോൾ വേദിയിലേക്ക് അവരെ പ്രത്യേകം P. ശിവൻകുട്ടി മന്ത്രി ക്ഷണിക്കുന്നുണ്ടായിരുന്നു. ആര്യ രാജേന്ദ്രന് മികവുകൾ എടുത്തു പറഞ്ഞുകൊണ്ട് ശിവൻകുട്ടി അവരെ വേദിയിലേക്ക് ക്ഷണിച്ചു. ശിവൻകുട്ടി അവർക്ക് ഹസ്തദാനം നടത്തി. വേദിയിലിരുന്ന മുഖ്യമന്ത്രിയും ആര്യ രാജേന്ദ്രന് ഹസ്തദാനം ചെയ്യുന്നുണ്ടായിരുന്നു. ധാർഷ്ട്യത്തിൻ്റെ കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ കൊച്ചുമകൾ എന്ന് തന്നെയാണ് ആര്യ രാജേന്ദ്രൻ CPMൽ അറിയപ്പെടുന്നത്. അതുകൊണ്ടാവാം ഒരുപക്ഷെ മുഖ്യമന്ത്രി പതിവിന് വിപരീതമായി ചിരിക്കാതെ മുഖ്യമന്ത്രി ചിരിച്ചുകൊണ്ട് ആര്യ രാജേന്ദ്രനെ ഹസ്തദാനം ചെയ്ത് സ്വീകരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചത്. ഏരിയ കമ്മിറ്റിയിൽ ആര്യ രാജേന്ദ്രനെതിരെ വലിയ വിവാദങ്ങൾ ഉയർന്നെങ്കിലും അതൊന്നും വകവയ്ക്കാതെ ഇപ്പോൾ ജില്ലാ കമ്മിറ്റിയിലേക്ക് ആര്യ രാജേന്ദ്രനെ തെരഞ്ഞെടുത്തത് തന്നെയാണ് ഇപ്പോൾ എടുത്തു പറയേണ്ട മറ്റൊരു വസ്തുത. അതായത് ആര്യ രാജേന്ദ്രന് ഡബിൾ പ്രൊമോഷൻ ഉണ്ടായിരിക്കുന്നു. ആര്യ രാജേന്ദ്രൻ തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേയറാണ്. അതുകൂടാതെ ഇപ്പോൾ ജില്ലാ കമ്മിറ്റിയിലേക്കും തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആര്യ രാജേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഇത് നേട്ടങ്ങളുടെ പൂക്കാലമായി തന്നെയാണ് വിശേഷിപ്പിക്കേണ്ടത്. തിരുവനന്തപുരം ഏരിയ സമ്മേളനത്തിൽ ആര്യ രാജേന്ദ്രനെതിരെ അതിശക്തമായ വിമർശനങ്ങൾ പാർട്ടിക്കുള്ളിൽ നിന്ന് ഉയർന്നു വന്നപ്പോൾ തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ ആര്യ രാജേന്ദ്രന് ഡബിൾ പ്രൊമോഷൻ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിമറിഞ്ഞിരിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇരുന്ന വേദിയിൽ വെച്ച് തന്നെയാണ് അത്തരത്തിലൊരു പ്രഖ്യാപനം ഉണ്ടായത് എന്ന് പറയുമ്പോൾ ആര്യ രാജേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഇത് നേട്ടങ്ങളുടെ പൂക്കാലമായി തന്നെ മാറുന്നു എന്നുള്ളത് കണ്ടറിയേണ്ടതാണ്. തിരുവനന്തപുരത്ത് സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരു KSRTC താൽക്കാലിക ജീവനക്കാരനെ നടു റോട്ടിൽ തടഞ്ഞു നിർത്തി അദ്ദേഹത്തെ പുലഭ്യം പറഞ്ഞ്
അദ്ദേഹത്തിൻ്റെ ജോലി നഷ്ടപ്പെടുത്തി വഴിയാധാരമാക്കിയ കഥയിലെ നായികയാണ് ആര്യ രാജേന്ദ്രൻ എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. അവർ ഒറ്റയ്ക്കല്ല, അവരുടെ ഭർത്താവായ സച്ചിൻ ദേവ് MLA കൂടി ഉണ്ടായിരുന്നു എന്നുള്ളതും ജനം കണ്ടറിഞ്ഞത് തന്നെയാണ്. അന്ന് പോലീസ് കേസെടുത്തെങ്കിലും ആ കേസിൽ നിന്നും ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് MLAയും രക്ഷപ്പെട്ടത് KSRTC ബസ്സിനുള്ളിലെ CCTV ദൃശ്യങ്ങൾ അടിച്ചു മാറ്റി ആ CCTV ദൃശ്യത്തിലെ മെമ്മറി കാർഡ് അടിച്ചു മാറ്റി നശിപ്പിച്ചു കളഞ്ഞതുകൊണ്ടാണ് ആര്യ രാജേന്ദ്രനും മേയർ സച്ചിൻ ദേവും രക്ഷപ്പെട്ടത് എന്നാണ് പൊതുജനങ്ങൾ തന്നെ അന്ന് പറഞ്ഞത്. എന്തായാലും KSRTC ഡ്രൈവറായ യദു ഇപ്പോഴും ജോലിയില്ലാതെ തേരാവാരം നടക്കുന്നു. KSRTC യദുവിനെ തിരിച്ചെടുത്തിട്ടില്ല. ഇതേക്കുറിച്ച് KSRTC വകുപ്പ് മന്ത്രിയായ KB ഗണേഷ് കുമാറും ഒന്നും തന്നെ സംസാരിച്ചിട്ടില്ല. KB ഗണേഷ് കുമാറിന് യദു നേരിട്ട് തന്നെ പരാതി കൊടുത്തിരുന്നതാണ്. അതിൽ യാതൊരു തരത്തിലുള്ള ഒരു തീരുമാനവുമായില്ല. കാരണം പിണറായി വിജയൻ അപ്പുറത്തേക്ക് CPM-ൽ യാതൊന്നും തന്നെ നടക്കില്ല എന്നുള്ളതാണ്. പിണറായി വിജയൻ വിചാരിക്കുന്ന കാര്യങ്ങളെ മന്ത്രിസഭയിൽ നടക്കൂ. ധാർഷ്ട്യത്തിൽ പിണറായി വിജയന്റെ കൊച്ചുമകൾ എന്നറിയപ്പെടുന്ന ആര്യ രാജേന്ദ്രനെ രക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടി KSRTC-യിലെ മെമ്മറി കാർഡ് വരെ അടിച്ചു മാറ്റിയ ആളുകൾ പിന്നെ എങ്ങനെയാണ് യദു എന്ന് പറഞ്ഞ സാധാരണക്കാരനായ ഒരു പട്ടിണിപ്പാവത്തെ KSRTC-യിലേക്ക് തിരിച്ച് ജോലിക്കെടുക്കുക? ഒരു കാരണവശാലും KB ഗണേഷ് കുമാറിനും അത് സാധിക്കുന്ന കാര്യം തന്നെയല്ല. കാരണം പിണറായി വിജയൻ വടിയെടുത്തു കഴിഞ്ഞാൽ KB ഗണേഷ് കുമാറിന് പിന്നെ ആ വടിക്കനുസരിച്ച് തുള്ളാൻ മാത്രമേ സാധിക്കൂ എന്ന് തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും യദുവായുണ്ടായ വിഷയത്തിൽ ആര്യ രാജേന്ദ്രനെ CPM-നകത്ത് നിന്ന് പോലും വളരെ നിശിതമായ വിമർശനങ്ങൾ കേൾക്കേണ്ടതായി വന്നു. എന്നാൽ അതിനെയെല്ലാം മറികടന്നുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ ആര്യ രാജേന്ദ്രന്റെ ഡബിൾ പ്രൊമോഷൻ എന്ന രീതിയിൽ ഏരിയ കമ്മിറ്റിയിൽ പോലും യാതൊരു തരത്തിലും ഉത്തരവാദിത്തങ്ങൾ വഹിക്കാത്ത ആര്യ രാജേന്ദ്രനെ ജില്ലാ കമ്മിറ്റിയിലേക്ക് നേരിട്ട് തെരഞ്ഞെടുത്തു എന്ന് പറയുമ്പോൾ ആര്യ രാജേന്ദ്രന് ഇത് നേട്ടങ്ങളുടെ പൂക്കാലമായി മാറുന്നു. ഇതാണ് ഈ വാർത്തയുടെ ആമുഖത്തിൽ പറഞ്ഞത്. CPM എന്ന പാർട്ടി ഇങ്ങനെയാണ്, അത് ഇങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോവുകയുള്ളൂ. ഇങ്ങനെ തന്നെ അത് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് ഇപ്പോൾ പൊതുജനങ്ങളും പറയുന്നത്. ഈ പാർട്ടിയുടെ വിശ്വാസ്യതയും ജനങ്ങൾക്ക് ഈ പാർട്ടിയിലുള്ള എല്ലാ തരത്തിലുള്ള പ്രതീക്ഷകളും തീർന്ന് ഈ പാർട്ടി നശിക്കുന്നതിന് ഇങ്ങനെയുള്ള ചില പ്രവൃത്തികൾ കൂടിയേ തീരൂ എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ഇനി എന്താണ് ഈ കാര്യത്തിൽ നടക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. ആര്യ രാജേന്ദ്രൻ ജില്ലാ കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതോടുകൂടി തിരുവനന്തപുരം മേയർ എന്ന സ്ഥാനത്ത് കൂടി അവരിയ്ക്കുമ്പോൾ തിരുവനന്തപുരത്തിന് കൂടുതൽ മികവുറ്റ ഭരണം അവർക്ക് കാഴ്ചവെക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയാം. എന്തായാലും ആര്യ രാജേന്ദ്രൻ ജില്ലാ കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് CPM-ന് അകത്ത് തന്നെയുള്ള തിരുവനന്തപുരം ഏരിയ കമ്മിറ്റിക്ക് തന്നെ വലിയ മുറുമുറുപ്പുണ്ടായിട്ടുണ്ട് എന്നുള്ളത് കൂടി എടുത്തു പറയേണ്ട വസ്തുതയാണ്.